ലീവിൻ്റെ അന്ന് രണ്ടാൾ കൂടി ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ബീഫ് കുക്കറിലിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് 3 വിസിൽ വേവിച്ചെടുക്കുകയാണ്. മുളക്, മഞ്ഞൾ, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്താണ് വേവിച്ചെടുക്കുന്നത്. ബിരിയാണിക്ക് ആവശ്യമായ സവാള ഒരു ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി വരച്ചെടുക്കുകയാണ്. കൈമ റൈസ് കൊണ്ടാണ് ബിരിയാണി വെക്കുന്നത്. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെക്കുന്നുണ്ട്. ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി പാത്രം വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം അരിഞ്ഞെടുത്ത സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴറ്റിയെടുത്ത സവാളയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരച്ച് ചേർത്തു. നന്നായി മിക്സ് ചെയ്തൊന്നുകൂടി വഴറ്റിയെടുക്കുകയാണ്. മസാല റെഡിയാക്കുമ്പോഴേക്കും ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് തയ്യാറാക്കാം. നല്ല പശുവിൻ നെയ്യ് ഒഴിച്ചു കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക തുടങ്ങിയ ബിരിയാണി സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തു. കുറച്ച് കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം കഴുകിയെടുത്ത ജീരകശാല റൈസ് ചേർത്ത് കൊടുത്തു. ബിരിയാണി വെക്കുന്ന ജീരകശാല റൈസ് കൊണ്ടാണ്. അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളെ മസാല ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ഇനി കുറച്ച് തക്കാളിയും കൂടെ ചേർത്ത് ഉടച്ചെടുത്തതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ബിരിയാണി മസാല ചേർത്തു. ഇനി കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്തിളക്കിയതിന് ശേഷം കുക്കറിൽ 3 വിസിൽ വേവിച്ചെടുത്ത ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫിൻ്റെ വേവ് അനുസരിച്ച് കുക്കറിൻ്റെ വിസിലിൻ്റെ എണ്ണം മാറ്റി വരും. ഇത് കുറച്ച് അധികമായോ എന്നൊരു സംശയമുണ്ട് വേവ്. ഏതായാലും ബീഫ് ചേർത്ത് കൊടുത്തു. കുറച്ച് ബീഫ് വേവിച്ച വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് തൈര് കൂടെ ചേർത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം മല്ലി, പുതിന എന്നിവ അരിഞ്ഞത് ചേർത്ത് അടച്ചു വെച്ചു മസാല മാറ്റി വെച്ചു. അപ്പോഴേക്കും ബിരിയാണിയുടെ റൈസ് വേവിച്ചെടുത്തത് കുറച്ചായിട്ടുണ്ട്. നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക. ബിരിയാണിക്ക് ഒന്ന് രസാക്കി എടുക്കാൻ വേണ്ടി ബിരിയാണിക്കുള്ള പപ്പടം ഒരു തിലക്കൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ റൈസിലെ വെള്ളം വറ്റി നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ദമ്മിട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയുടെ മുകളിലേക്ക് റൈസ് ഇതുപോലെ ഇങ്ങനെ ചിക്കിയിട്ട് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്തിട്ട് കൊടുക്കരുത്. ഇതുപോലെ ചിക്കി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. ബിരിയാണിയുടെ റൈസ് ഇതുപോലെ മുഴുവനായിട്ട് മസാലയുടെ മുകളിലിട്ടതിന് ശേഷം നേരത്തെ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയും മല്ലിച്ചപ്പ്, പുതിന എന്നിവയൊക്കെ ചേർത്ത് കൊടുത്ത് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 kg ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. ഈ സമയത്ത് ഫ്രൈ ചെയ്ത സവാളയും അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കുക. ബിരിയാണി വേറെ ലെവലാവും. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അതന്നെ അടിപൊളിയായിരുന്നു. ഇനി ബിരിയാണിനൊപ്പം കഴിക്കാൻ പറ്റിയ സലാഡ് ഉണ്ടാക്കുന്നുണ്ട്. ക്യാരറ്റ്, സവാള, പച്ചമുളകൊക്കെ ചെറുതാക്കി അരിഞ്ഞ് തൈര് കൂടെ ചേർത്ത് ഉപ്പ് കൂടെ ചേർത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. 10 മിനിറ്റോളം ചെറിയ ചൂടിൽ ഇങ്ങനെ ദമ്മിട്ട് വെച്ചിരുന്നു. അതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ദമ്മ് പൊട്ടിക്കുന്നത്. നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിട്ടുണ്ട്. ഇതുപോലെ റൈസെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റിയെടുത്ത് അവസാനം മസാല മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ സംഗതി ഉഷാറായി. ദമ്മ് പൊട്ടിച്ചപ്പോൾ തന്നെ ബിരിയാണിയുടെ നല്ല അടിപൊളി മണം അടിച്ച് വീശുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കിയ ആൾക്കാരനെ ദമ്മ് പൊട്ടിച്ചിരുമ്പോൾ വേറെ രസമാണല്ലോ. അപ്പോൾ ദമ്മൊക്കെ പൊട്ടിച്ച് ബിരിയാണി റൈസ് മാറ്റിയെടുത്ത് മസാല മാറ്റി ഇതുപോലെ ബിരിയാണി റൈസ് ചിക്കി എടുത്ത് കൊടുത്താൽ സംഗതി സെറ്റാണ്. ബിരിയാണി റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഏതായാലും ഉണ്ടാക്കിയ ആൾക്കാർ തന്നെ വിളമ്പി തരുന്നുണ്ട്. ഓരോരുത്തർക്ക് എല്ലാവർക്കും നിരത്തി വിളമ്പി കൊടുക്കുന്നുണ്ട്. സംഗതി നല്ല അടിപൊളിയായിട്ടെന്നാണ് പറയണത്. ഞാനും കൂടി കഴിച്ച് നോക്കട്ടെ. സംഗതി നല്ല സെറ്റ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അടിപൊളി മസാലയും നല്ല റൈസും അതിലേക്ക് നല്ല സലാഡും ഒരു പപ്പടം കൂടി കഴിച്ചാണ്ടല്ലോ സംഗതി പൊളിക്കും. അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കിക്കോളി. താങ്ക് യു ഫോർ വാച്ചിങ്.